കേരളത്തിലെ ഏറ്റവും പ്രസക്തമായുള്ള ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് ആകെ കൂടെ പറയാൻ കഴിയുന്ന ഒരേ ഒരു വാക്യമാണത്. മറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം ഈ പുസ്തകം തയ്യാറായതിനു ശേഷം ഇത് വായിക്കാൻ കഴിയുമോ എന്നൊരു വെല്ലുവിളി ഡോക്ടർ ഉന്നയിച്ചിരുന്നു. ഞാൻ വിനയപൂർവ്വം എന്നെ കൊണ്ടാവില്ല, ഇത്രയേറെ ഭാരെടുത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ ആരുണ്ട് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ഡോക്ടർ പി കെ പോക്കറുടെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നിർദ്ദേശിച്ചു. അതിനുശേഷം ഡോക്ടർ ആർ കെ സതീഷ് കാഞ്ഞങ്ങാട് കോളേജിലെ ഫിസിക്സിൻ്റെ അധ്യാപകനാണ്. അധ്യാപകൻ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ആലോചിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു. രണ്ടുപേരും വായിക്കുകയും അതിനോട് തങ്ങളുടെ നിലപാടുകൾ ആർ കെ സതീഷ് ഡോക്ടർക്ക് ഒരു കുറിപ്പ് തന്നെ തയ്യാറാക്കി അയക്കുകയും ഡോക്ടർ അതിനോട് പ്രതികരിച്ചുകൊണ്ട് മറ്റൊരു കുറിപ്പ് തയ്യാറാക്കി അയക്കുകയും അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ടാവും ഇത് തീരില്ല, ഇത് തുറന്നുകൊണ്ടേയിരിക്കും ഈ സംവാദം. ആ അർത്ഥത്തിൽ വളരെ മൗലിക പ്രാധാന്യമുള്ള ഒന്നാണ്. ആരും ആവശ്യപ്പെടാതെ, പ്രത്യേകിച്ച് ആരും പറഞ്ഞിട്ടില്ല, ആരോടും കരാറുണ്ടാക്കിയിട്ടില്ല, ഒരു സ്വയംബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കുറച്ച് മെറ്റാഫിസിക്കലായുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാം, പക്ഷെ അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. ആ അർത്ഥത്തിൽ നടത്തിയ ഒരു വലിയ ദൈക്ഷണിക ശ്രമമാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായുള്ള സമർപ്പണമാണ്. ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. നമ്മളൊക്കെ കുറച്ചൊക്കെ വായിക്കുകയും അതിനേക്കാൾ കുറച്ച് എഴുതുകയൊക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഇതെങ്ങനെ സാധ്യമായി എന്ന് ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. മാത്രമല്ല, എന്നോട് ആരെങ്കിലും പറയുകയാണ്, KN, ഈ വർഷത്തെ വൈജ്ഞാനിക സാഹിത്യ കൃതിക്ക് താങ്കൾക്ക് ശാസ്ത്രമണ്ഡലത്തിൽ നിന്ന് കാര്യമായൊരു വിവരമില്ല എന്നറിയാം, എന്നാലും നിർദ്ദേശിക്കാൻ ഏതെങ്കിലും പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇടംവലം തിരിയാതെ മുൻപിൻ നോക്കാതെ ഈ പുസ്തകത്തിൻ്റെ പേര്, ഡോക്ടറുടെ പേര് നിർദ്ദേശിക്കും. അതിൻ്റെ കാരണം ഈ പുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളോടും യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നതുകൊണ്ടല്ല. വായിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറെ കൂടി ഊർജപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഉള്ളടക്കം വരുന്നതിന് മുമ്പുള്ള നമ്മളല്ല, അത് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മൾ. ആ അർത്ഥത്തിൽ ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു മൂപ്പരൊന്ന് മണ്ണിലൊക്കെ ഒന്ന് കാലമർത്തി അങ്ങനെ നിവർന്നു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിന്റെ ഒരു ശക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ 2 പേർ പ്രബന്ധം അവതരിപ്പിക്കാനുണ്ട്. അതിനൊക്കെ പുറമെ ഒരു 20 കൊല്ലം തന്റെ ജീവിതം ഈ പുസ്തകത്തിന് വേണ്ടി സമർപ്പിച്ച, അത് എഴുതി തയ്യാറാക്കിയ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് കേരളത്തിന്റെ ദൈക്ഷണികമായ പ്രാപ്തിത്വത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളും എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എനിക്ക് ഒരു 2000 പേജുള്ള ഒരു നോവൽ KN വായിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വായിച്ചു എന്ന് വരും. പക്ഷെ ഒരു 500 പേജുള്ള ഒരു ശാസ്ത്ര പുസ്തകം വായിക്കുമെന്ന് പറഞ്ഞാൽ പെട്ടുപോകും. വെറുതെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇത് വായിക്കാനൊരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ശ്രമം നടത്താൻ എനിക്ക് പ്രചോദനമായത് ഇതുപോലൊരു വേദി, ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ ഡോക്ടർ എന്നെയും ബോക്കർ മാഷയും ഒക്കെ വിളിച്ചിരുന്നു. അപ്പൊ അവിടെ പങ്കെടുത്ത ചില സുഹൃത്തുക്കൾ പറഞ്ഞു, SSLCയുടെ ശാസ്ത്രജ്ഞാനം ഉണ്ടെങ്കിൽ ഇത് വായിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയായിരിക്കും, SSLCയുടെ ശാസ്ത്രമൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അത് വെച്ച് ഞാൻ തുറന്ന് ഒരു 10 പേജ് നോക്കിയപ്പോഴേക്ക് 10ാം ക്ലാസ് പോരാ എന്ന് വളരെ കൃത്യം മനസ്സിലായി. പിന്നെ അടച്ചു വെച്ചതാണ്, ഇതുവരെ തുറന്നിട്ടില്ല. അപ്പൊ ഈ സംവാദത്തോടു കൂടി ബാക്കി പേജുകൾ തുറക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ പലരും ഇത് ചർച്ചയ്ക്ക് തയ്യാറാവാത്തൊരു പശ്ചാത്തലത്തിൽ, വായിക്കാൻ പോലും പല പ്രയാസങ്ങൾ കൊണ്ട് തയ്യാറാവാത്തൊരു പശ്ചാത്തലത്തിൽ ഫറൂഖ് കോളേജിലെ റീഡേഴ്സ് ഫോറം ഈ സാഹസിക ദൈക്ഷണിക
സംരംഭത്തിന് അത് ഏറ്റെടുക്കാൻ ധീരരായി എന്നുള്ളത്. ധീരത എന്നുള്ള വാക്ക് ഞാൻ രണ്ടാമതെന്ന് തോന്നുന്നു പറയുന്നത്. അതിന് പ്രചോദനം യാങ്പോൾ സാർത്താണ്. അദ്ദേഹം ഫ്രാൻസിസ് ഫാനിന്റെ ദ റച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്: ഈ പുസ്തകം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരുപക്ഷെ മലയാളത്തിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്, ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവരോട് പ്രത്യേകിച്ചും, ഈ ഒരു പുസ്തകം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ ചോദ്യത്തിന് ഫറൂഖ് കോളേജ് റീഡേഴ്സ് ഫോറം ഗംഭീരമായ ഒരു ഉത്തരം നൽകിയിരിക്കുന്നു: ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. അതുകൊണ്ട് വളരെ ഹൃദയപൂർവ്വം നിങ്ങളെ അഭിവാദ്യം ചെയ്യണം. പിന്നെ ഞാൻ ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം എൻ്റെ ഈ പ്രഭാഷണമല്ല, ഇവിടെ നടക്കാൻ പോകുന്ന ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അന്വേഷണങ്ങളാണ് പ്രധാനം. ഞാൻ ഈ ഡോക്ടറിൻ്റെ അത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഫോൺ വിളിക്കുമ്പോഴും പരിചയമില്ല. അതുകൊണ്ടല്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത്, പറ്റാത്തതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രകാശനത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ഇപ്പോൾ നേതൃത്വം നൽകുന്നത് MBR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. അപ്പോൾ അവിടുത്തെ ഒരു അന്തേവാസിയാകാൻ അവസരം കിട്ടിയതോടുകൂടി ഞാൻ ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. സൗകര്യമാണല്ലോ, മുഴുവൻ സമയം ജോലിയാണ്, ഒരു സമയം വെറുതെ ഇരിക്കുന്നില്ല. നമ്മളോട് ഇടയ്ക്കൊക്കെ ഒന്ന് വരാൻ പറഞ്ഞാലും നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ 4 ആളുണ്ടാവും, നമ്മളവിടെ ഇരിക്കുമ്പോൾ ഒരു 7 ആളുണ്ടാവും, പിന്നെ നമ്മൾ പോകുമ്പോൾ അവിടെ പുറത്ത് കുറേ ആൾ കാത്തിക്കുണ്ടാവും. തിരക്കോട് തിരക്കാണ്. ഈ തിരക്കിൽ ഇത്തരം ഒരു പുസ്തകം എങ്ങനെ എഴുതി എന്നുള്ളത്, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആലോചനാ വിഷയം. കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സംവാദത്തിൻ്റെ ആരോഗ്യകരമായൊരു സംവാദം, വിധിതീർപ്പല്ല, ഫുൾ സ്റ്റോപ്പല്ല, കോമയിട്ട് പോകാവുന്ന ഒരു നിരന്തര അന്വേഷണ പ്രക്രിയയുടെ ഗംഭീരമായ ഉദ്ഘാടനം വളരെ വിനയപൂർവ്വം നിങ്ങളുടെ അനുവാദത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ഞാനിപ്പോൾ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററിയിലെ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തിട്ടായിരുന്നു. നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്ന എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. 2 സുഹൃത്തുക്കളുണ്ട്, മന്മഥൻ, മുജീബൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ഘാടന പ്രസംഗം ഏകദേശം 1 മണിക്കൂർ നടത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ഇരിക്കാൻ പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി പറഞ്ഞു, ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പിന്നെ അത് രണ്ടാമത് ചെയ്തു. ഇവിടെ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളെയൊക്കെ സാക്ഷിയാക്കി ആരും പരാതി പറയരുത്, ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊടുക്കും.